ഭാരത് NCAPയിൽ ടാറ്റ പുതുതായി പുറത്തിറക്കിയ കർവ് കൂപ്പെ ടൈപ്പ് കോമ്പാക്ട് SUVയുടെ IC എഞ്ചിന്റെയും EV മോഡലിന്റെയും ക്രാഷ് ടെസ്റ്റ് ഫലം ടാറ്റയുടെ കിരീടത്തിൽ വീണ്ടും പൊൻതൂവലുകൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് പോലെ സേഫ്റ്റിക്കും ബിൽഡ് ക്വാളിറ്റിക്കും ഊന്നൽ നൽകുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് വരുന്നതിനാൽ കർവിനെ കുറിച്ച് എല്ലാവർക്കും മികച്ച പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. ഉപഭോക്താക്കളുടെയും ആരാധകരുടെയും പ്രതീക്ഷകൾക്ക് ഒട്ടും മങ്ങലേൽക്കാത്ത റിപ്പോർട്ടുകളും റേറ്റിംഗുമാണ് ഇപ്പോൾ ഭാരത് NCAPയിൽ നിന്ന് കർവ് മോഡലുകളുടേതായി പുറത്തു വരുന്നത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും സുരക്ഷയിൽ ഇരു മോഡലുകളും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ സ്കോർ ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. 2023 ഓട്ടോ എക്സ്പോയിലായിരുന്നു ടാറ്റ തങ്ങളുടെ ആദ്യ കൂപ്പെ ടൈപ്പ് കോമ്പാക്ട് SUV ആയ കർവിനെ അവതരിപ്പിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട കർവിന്റെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും EV മോഡലും ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർവിന്റെ ICE മോഡലിനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിനായി ഉപയോഗിച്ച മോഡൽ ഒരു ഡീസൽ എഞ്ചിനോടൊപ്പം മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനുമായി വരുന്ന ടോപ്പ് സ്പെക് അക്കംപ്ലിഷ്ഡ് +A വേരിയന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ഭാരം വരുന്നത് 1715 കിലോഗ്രാം ആയിരുന്നു എന്നതാണ്. കൂടാതെ കർവിന്റെ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റായി 6 എയർ ബാഗുകളും ടാറ്റ സജ്ജീകരിച്ചിട്ടുണ്ട്. ISO ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറുകൾ, ലോഡ് ലിമിറ്ററുകൾ തുടങ്ങിയവയും സ്റ്റാൻഡേർഡ് ഫീച്ചറായി തന്നെ ടാറ്റ നൽകിയിട്ടുണ്ട്. അഡൽട്ട് ഓക്യുപ്പന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ കർവ് ICE 32 പോയിന്റിൽ 29.5 പോയിന്റുകളാണ് കരസ്ഥമാക്കിയത്. ഇതിൽ ഫ്രണ്ടൽ ഓഫ്സെറ്റ് ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിന് ആകെ 16 പോയിന്റിൽ 14.65 പോയിന്റും ലഭിച്ചിട്ടുണ്ട്. സൈഡ് മൂവബിൾ ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ 16ൽ 14.85 പോയിന്റും നേടി. അതോടൊപ്പം ചൈൽഡ് ഓക്യുപ്പന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ ടാറ്റ കർവ് ICE 49 പോയിന്റിൽ 43.66 പോയിന്റുകൾ നേടി എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇത്തരത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സേഫ്റ്റി പരിശോധനകളിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കർവിന്റെ പെട്രോൾ ഡീസൽ മോഡലുകൾ സ്കോർ ചെയ്തത്. ഇനി നമ്മൾ ടാറ്റ കർവിന്റെ ഇലക്ട്രിക് മോഡലിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ, നെക്സോൺ EV, പഞ്ച് EV എന്നിവ പരീക്ഷിച്ചതിന് ശേഷം ഭാരത് NCAP ഇപ്പോൾ ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് മോഡലായ കർവ് EVയുടെയും ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് പരിശോധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 55 kWh ബാറ്ററി പാക്കോട് കൂടിയ ടോപ്പ് സ്പെക് എംപവേർഡ് +A വേരിയന്റ് ആയിരുന്നു പരീക്ഷണത്തിനായി നൽകിയത്. ഈ ഒരു ഇലക്ട്രിക് പതിപ്പിന്റെ മൊത്തം ഭാരം വരുന്നത് 1983 കിലോഗ്രാം ആയിരുന്നു. ടാറ്റ കർവിന്റെ ICE മോഡൽ പോലെ തന്നെ കർവ് EVയിലും ISO ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ, ലോഡ് ലിമിറ്ററുകൾ എന്നിവയ്ക്കൊപ്പം 6 എയർ ബാഗുകളും സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റായി ടാറ്റ നൽകുന്നുണ്ട്. നോർമൽ ഫിറ്റ്മെന്റായി ESCയും നൽകുന്നുണ്ട്. മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണത്തിന് ടാറ്റ കർവ് EV 32ൽ 30.81 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കർവിന്റെ ICE മോഡലിനേക്കാൾ കൂടുതലാണെന്ന് ഇത് മനസ്സിലാക്കാം. ഫ്രണ്ടൽ ഓഫ്സെറ്റ് ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ 16ൽ 15.66 പോയിന്റും, സൈഡ് മൂവബിൾ ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ 16ൽ 15.15 പോയിന്റും കർവിന്റെ EV മോഡൽ നേടിയിട്ടുണ്ട്. റിപ്പോർട്ടുകളിൽ കാണുന്നത് പോലെ മുൻ സീറ്റിലെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും മാന്യമായ സേഫ്റ്റി തന്നെ കർവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി കുട്ടികളുടെ സുരക്ഷയിലേക്ക് നോക്കിയാൽ 49 പോയിന്റിൽ 44.83 പോയിന്റുകളാണ് കർവ് EV നേടിയിട്ടുള്ളത്. ഇതും ICE മോഡലിനേക്കാൾ മികച്ചതാണ്. കർവിന്റെ ICE മോഡലും EV മോഡലും എക്സ്റ്റീരിയറിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരേപോലെ തോന്നുമെങ്കിലും അവ കരസ്ഥമാക്കിയ പോയിന്റുകളുടെ വ്യത്യാസങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ബോഡി ഷെല്ലിലും താഴെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പോയിന്റുകളുടെ കാര്യത്തിൽ കർവ് EV കർവ് ICE മോഡലിനേക്കാൾ മികച്ചു നിൽക്കുന്നത്.